കേരളത്തിൻ്റെ നാടോടി കഥകളിലും ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിസ്മയ രൂപമാണ് കുട്ടിച്ചാത്തൻ. കുസൃതികളും അത്ഭുതങ്ങളും നിറഞ്ഞ ഈ കഥാപാത്രം തലമുറകളായി മലയാളികളുടെ മനസ്സിൽ കൗതുകം നിറയ്ക്കുന്നു. ആരാണ് ഈ കുട്ടിച്ചാത്തൻ? എവിടെ നിന്നാണ് ഈ പേര് വന്നത്? ചാത്തൻ എന്ന വാക്കിന് സേവകൻ എന്നാണ് അർത്ഥം. കുട്ടിച്ചാത്തൻ എന്നാൽ ചെറിയ സേവകൻ എന്ന് തന്നെ പറയാം. ഐതിഹ്യങ്ങൾ അനുസരിച്ച് കുട്ടിച്ചാത്തൻ ഭഗവാൻ ശിവന്റെ അനുചാരന്മാരിൽ ഒരാളാണ്. ഭൂമിയിലെ സാധാരണ മനുഷ്യരുമായി ഇടപഴകാനും അവരുടെ ചെറിയ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും കുട്ടിച്ചാത്തന് പ്രത്യേക കഴിവുണ്ട് എന്നാണ് വിശ്വാസം. കുട്ടിച്ചാത്തൻ്റെ രൂപത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട്. ചിലർ പറയുന്നത് അവനൊരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ അവന് പ്രത്യേക രൂപമൊന്നുമില്ല, വെളിച്ചമായോ കാറ്റായോ അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദമായോ അവൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുമെന്ന് പറയുന്നു. എങ്കിലും കുട്ടിച്ചാത്തൻ പൊതുവെ ദോഷം ചെയ്യുന്നവനല്ല. അവൻ കുസൃതിക്കാരനാണ്, തമാശക്കാരനാണ്. ചിലപ്പോൾ അവൻ ആളുകളെ ചെറിയ തോതിൽ ബുദ്ധിമുട്ടിച്ചേക്കാം, പക്ഷേ അത് വിനോദത്തിന് വേണ്ടിയായിരിക്കും. ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളവരെ കുട്ടിച്ചാത്തൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ പല പഴയ തറവാടുകളിലും കുട്ടിച്ചാത്തൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അവിടെ അവർക്കായി ചെറിയ ആരാധനാലയങ്ങൾ പോലും നിർമ്മിച്ചിട്ടുണ്ട്. കാലം മാറിയെങ്കിലും കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള കഥകൾക്ക് ഇന്നും ജീവനുണ്ട്. പഴമയുടെ ഓർമ്മപ്പെടുത്തലായി, കുസൃതിയുടെ പ്രതീകമായി കുട്ടിച്ചാത്തൻ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു.